ഹായ് ഗൈസ്, യാമി ആൻഡ് മോം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളെ ഹോം ടൂർ വീഡിയോ ആണ്. ഇതാണ് ഞങ്ങളെ വീടിൻ്റെ മുൻവശം. കുറേ ലൈറ്റിങ്സ് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ലൈറ്റിങ്സ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് രാത്രിയിൽ വീഡിയോ എടുത്തത്. രാത്രിയിൽ വീഡിയോ എടുത്താൽ നല്ല ഭംഗിയിൽ കിട്ടും. ഇതാണ് ഞങ്ങളെ വീട്ടിൻ്റെ സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിൽ നേരെ പോകുന്നത് നമ്മളെ ലിവിങ് റൂമിലേക്കാണ്. ഇവിടെ വോളിൽ ടെക്സ്ചർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ലിവിങ് റൂമിൽ മൊത്തമായിട്ട് ഇൻറ്റീരിയർ വർക്കും ചെയ്തിട്ടുണ്ട്. ലിവിങ് റൂം മൊത്തം എന്ന് പറഞ്ഞാൽ പൂജാ റൂം വരെയും ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട് മുകളിൽ. ഇതാണ് ഞങ്ങളെ പൂജാ റൂം. പൂജാ റൂമിൽ ലെഫ്റ്റ് സൈഡായിട്ടാണ് ഞങ്ങളെ മാസ്റ്റർ ബെഡ്റൂം ഉള്ളത്. ഇതാണ് ഞങ്ങളെ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിലും ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കബോർഡിനായിട്ടാണ് ഈ സ്പേസ് മാറ്റി വെച്ചിട്ടുള്ളത്. ഡ്രസ്സിങ് റൂമും വാഷ്റൂമും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ റൂമിൽ നിന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് യാമിയുടെ ബെഡ്റൂമിലേക്കാണ് കേട്ടോ. ഇതാണ് യാമിയുടെ ബെഡ്റൂം. ഈ റൂമിൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ റൂമിലും അപ്പുറത്തെ നേരത്തെ കണ്ട റൂമിലത്തെ പോലെ തന്നെ ഡ്രസ്സിങ് റൂമും വാഷ്റൂമും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റൂമിലും കബോർഡിനായിട്ട് സ്പേസ് വെച്ചിട്ടുണ്ട്. യാമിയുടെ റൂമിൽ നിന്ന് നേരെ കയറി ചെല്ലുന്ന ഞങ്ങളെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയയിലും കുറച്ച് സ്ഥലത്തായിട്ട് ഇൻറ്റീരിയർ വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ജനലിൻ്റെ അടുത്തായിട്ടാണ് വാഷ് ബേസിൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഞങ്ങളെ ഡൈനിങ് ടേബിൾ. 8 ആക്കിയിരിക്കുന്ന കണക്കത്തെ ഡൈനിങ് ടേബിളാണ് ഇവിടെ ഉള്ളത്. ഓപ്പൺ കിച്ചൺ എന്ന രീതിയിലാണ് കിച്ചൺ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഭക്ഷണം നല്ല എളുപ്പത്തിൽ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്പൺ കിച്ചൺ എന്ന രീതിയിൽ കിച്ചൺ ചെയ്തത്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കിച്ചൺ ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് നേരെ പോകുന്നത് സ്റ്റെയർ കേസ് ഏരിയയിലേക്കാണ്. ഇതാണ് ഞങ്ങൾ സ്റ്റെയർ കേസ് ഏരിയ. സ്റ്റെപ്പ് നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ താഴെ വെള്ളയും മുകളിൽ കറുപ്പും കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയ ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിൽ ലൈറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളെ സ്റ്റോറേജ് സ്പേസ് ആണ്. ഇതാണ് ഞങ്ങളെ മുകളിലത്തെ ബെഡ്റൂം. മുകളിലത്തെ ബെഡ്റൂമിൽ താഴത്തെ റൂമിലത്തെ പോലെ ഇൻറ്റീരിയർ വർക്കൊന്നും ചെയ്തില്ല. പക്ഷേ താഴെയുള്ള റൂം പോലെ തന്നെ ഡ്രസ്സിങ് റൂം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഗസ്റ്റ് റൂമായിട്ടാണ് ഇവിടെ മുകളിൽ യൂസ് ചെയ്യുന്നത്. ഇവിടുന്ന് നേരെ പോകുന്നത് പുറത്തേക്കുള്ള ബാൽക്കണിയിലേക്കാണ്. ഇവിടെ പോകുന്ന സ്ഥലത്ത് ലെഫ്റ്റ് സൈഡായിട്ട് പർഗോളയും ചെയ്തിട്ടുണ്ട്. നമ്മളെ ലിവിങ് റൂമും ഡബിൾ ഹൈറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് പുറത്തത്തെ ബാൽക്കണി. മുകളിലത്തെ ആർച്ച് രീതിയിലാണ് പുറത്ത് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇവിടെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ അവർ ചാനൽ.